മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിലെ പുകമറ തുടരുമ്പോഴും സത്യപ്രതിജ്ഞ ഡിസംബർ 5-ന് നടക്കുമെന്ന് പ്രഖ്യാപിച്ച് ബി.ജെ.പി. പ്രധാന വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നു. പ്രഖ്യാപനത്തിന്റെ ഏകപക്ഷീയമായ സ്വഭാവത്തിലും അതൃപ്തി അറിയിച്ച ശിവസേന. അതേസമയം വലിയ ഒരുക്കങ്ങളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മുംബൈയിൽ നടക്കുന്നത്. വിവരങ്ങളുമായി പ്രേംലാൽ മുംബൈയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. ഏറെ പ്രശ്നത്തിലാണല്ലേ ഈ സർക്കാർ രൂപീകരണം ഇപ്പോൾ? തർക്കങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള വാഗ്വാദങ്ങളും ഒക്കെ ഇവിടെയും നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രശ്നം? ഈ വകുപ്പുകൾ വിഭജിക്കുന്നതിൽ ഇപ്പോഴും എന്താ ഒരു തീരുമാനമാകാത്തത്? പ്രിയ, ഗുഡ് മോർണിംഗ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഏകദേശം ധാരണയായെങ്കിലും വകുപ്പുകളുടെ കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. ശിവസേന ആഭ്യന്തരം വേണമെന്ന് ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും. എന്നാൽ പ്രധാനപ്പെട്ട വകുപ്പ് വിട്ടു നൽകാൻ ബി.ജെ.പി. തയ്യാറുമല്ല. ഇതിനിടയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് ഡിസംബർ 5-ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നലെ ബി.ജെ.പി. നേതാവ് ചന്ദ്രശേഖർ ഭവൻകുലെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രഖ്യാപനത്തിന്റെ ഏകപക്ഷീയമായ സ്വഭാവത്തിലും ശിവസേനയിൽ അതൃപ്തിയുണ്ട്. സത്യപ്രതിജ്ഞയോടെ ബി.ജെ.പി. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ബി.ജെ.പിയിൽ നിന്നുള്ള മുഖ്യമന്ത്രിയുമായി മഹായുതി സർക്കാർ രൂപീകരിക്കുമെന്നും ശിവസേനയ്ക്കും എൻ.സി.പിക്കും ഉപമുഖ്യമന്ത്രി പദം നൽകാമെന്നുമായിരുന്നു അമിത്ഷായുടെ തീരുമാനം. മുൻപും ആഭ്യന്തര വകുപ്പ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോടൊപ്പമായിരുന്നു എന്നാണ് ബി.ജെ.പിയുടെ വാദം. എന്നാൽ വിയോജിപ്പുകൾ പരസ്യമായി ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന ഭവൻകുലയുടെ പ്രതികരണവും സഖ്യത്തിനുള്ളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷമാണ് ഉയർത്തിക്കാട്ടുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഷിൻഡെ ജന്മനാടായ സത്താറയിൽ തുടരുന്നതിനിടെയാണ് പ്രധാന വകുപ്പുകളെ ചൊല്ലിയുള്ള തർക്കം മഹാരാഷ്ട്രയിൽ ഇപ്പോഴും തുടരുന്നത്. പ്രധാനമന്ത്രി മോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും തീരുമാനം തനിക്കും പാർട്ടിക്കും സ്വീകാര്യമാണെന്ന് ഷിൻഡെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ചർച്ചകൾക്കൊടുവിൽ നിലപാട് മാറിയെന്ന് വേണം കരുതാൻ. 2 ദിവസത്തെ വിശ്രമമാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടെങ്കിലും ഷിൻഡെ ഇന്ന് തിരിച്ചെത്തുമെന്നാണ് മകനും എം.പിയുമായ ശ്രീകാന്ത് ഷിൻഡെ നൽകുന്ന സൂചന. കാവൽ സർക്കാരിൽ കാര്യമായ ജോലികളില്ലാത്തതിനാലാണ് ഷിൻഡെ 2 ദിവസം അവധിയെടുത്തതെന്നാണ് ഉപമുഖ്യമന്ത്രി അജിത് പവാർ പറഞ്ഞത്. അതേസമയം വലിയ ഒരുക്കങ്ങളാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിനായി മുംബൈയിൽ നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള ഭരണകക്ഷികളിലെ എൻ.ഡി.എ സഖ്യത്തിലെ ഉന്നത നേതാക്കളും മുഖ്യമന്ത്രിമാരും പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. രാഷ്ട്രീയ മാമാങ്കമായി തന്നെ ചടങ്ങിനെ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ബി.ജെ.പി. അതേസമയം നമുക്ക് മറ്റൊരു കാര്യം വളരെ കാണേണ്ട ഒരു കാര്യം, 132 സീറ്റുകളുള്ള ബി.ജെ.പിക്ക് 13 സീറ്റുകളുടെ കുറവാണുള്ളത്. 41 സീറ്റുകളുള്ള അജിത് പവാറിന്റെ പിന്തുണയിൽ മന്ത്രിസഭ എളുപ്പത്തിൽ രൂപീകരിക്കാനാവും. എന്നാൽ 2-3 ഘടകങ്ങളാണ് ഷിൻഡെയെ ഒപ്പം നിർത്താൻ ബി.ജെ.പിയെ പ്രേരിപ്പിക്കുന്നത്. 60,000-ഓളം കോടി രൂപയുടെ വാർഷിക ബജറ്റുള്ള മുംബൈ കോർപ്പറേഷന്റെ തെരഞ്ഞെടുപ്പ് അടുത്തിടെ നടക്കാനിരിക്കെ ഷിൻഡെയെ മാറ്റി നിർത്തി ഒരു സർക്കാർ രൂപീകരിക്കുന്നത് ഭാവിയിൽ തിരിച്ചടിയാകുമെന്ന് ബി.ജെ.പിക്ക് നന്നായി അറിയാം. അതേപോലെ തന്നെ മറാഠ സംവരണവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് പരിഹാരമില്ലാതെ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ ഷിൻഡെയുടെ അഭാവം കൂടുതൽ വെല്ലുവിളികൾ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ ഒരുമിച്ച് നിന്നുള്ള സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് വലിയ ഭൂരിപക്ഷത്തോടെ മഹായുതി സഖ്യം ജയിച്ചത്. തുടക്കത്തിൽ തന്നെ ഭിന്നതയുണ്ടാകുന്നത് പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുമെന്നും ആവലാതി ബി.ജെ.പിയിലുണ്ട്. ഇതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സഖ്യങ്ങൾ. ഇന്ന് ഒരുപക്ഷെ ഷിൻഡെ തിരിച്ചു വരുമ്പോൾ കൂടുതൽ ഉറച്ച തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയ.